നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ 6 മാസം അധ്വാനിച്ച് ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി വിൽപ്പനയുടെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അതായത് നമുക്കൊരിക്കലും കടന്നു കയറാൻ ചെല്ലാത്ത ഒരു നെറ്റിൻ്റെ ലോകത്തേക്ക് ഒരു സാങ്കേതിക സാധ്യതകൾ ഉണ്ടാക്കി ഈ ലഹരി കൈമാറ്റം, മാരകമായ മയക്കുമരുന്നുകൾ കൈമാറ്റം ചെയ്യുന്ന ഒരു വലിയ ശൃംഖലയിലെ കണ്ണിയെ തിരഞ്ഞ് അവർ മൂവാറ്റുപുഴയിൽ എത്തി എന്നുള്ളതാണ്. മൂവാറ്റുപുഴ പോലും ഈ അന്തർദേശീയ ഇത്തരം ശൃംഖലകളിൽ സ്ഥാനം പിടിക്കുന്നത് അറിയുമ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി. അവിടുത്തെ ഒരു എഡിസനാണ് ഇപ്പോൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിൽ ഉള്ളത്. മാത്രമല്ല, ഇത്തരം ഒരു സാങ്കേതിക സാധ്യതകൾ മനസ്സിലാക്കാൻ തന്നെ NCBക്ക് ഒരുപാട് സമയമെടുത്തു എന്നുള്ളതാണ്. എന്തായാലും എഡിസൺ ഒരു പ്രധാനപ്പെട്ട സഹായി, ഒരു IT വിദഗ്ധനോ, ഈ എഡിസന് ഇത്തിരി സാങ്കേതിക വിവരമുള്ള ആളാണ്. അതേപോലെ തന്നെ അതിലും വലിയ വിവരമുള്ള ആരോ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് അവർ സംശയിക്കുന്നുണ്ടാകും. അതുകൊണ്ട് അയാളെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അവരിപ്പോൾ. ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഇയാൾ ലഹരി വിൽപ്പന നടത്തിയതെന്ന് NCB പറയുന്നു. ലഹരി വിൽപ്പനയുടെ പുതിയ വിശദാംശങ്ങൾ 24-ന് കിട്ടി. ഡാർക്ക് വെബ് വഴി ലഹരി വാങ്ങിയിരുന്നവർക്ക് പ്രതി എഡിസൺ ഡിസ്കൗണ്ട് കൊടുത്തിരുന്നു. അതായത് മയക്കുമരുന്ന് വാങ്ങുന്നതിന് ഡാർക്ക് നെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എഡിസന്റെ വക മൂവാറ്റുപുഴ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ശ്യാം, ഇത് ഒരു 1.5 എഡിസൺ ആണല്ലോ ഈ ആള്. SK തീർച്ചയായും ഒറിജിനൽ എഡിസൺ ലോകത്തിന് തന്നെ ഗുണമായ കാര്യങ്ങളാണ് ചെയ്തതെങ്കിൽ ഈ എഡിസൺ നാടിന് തന്നെ മൊത്തത്തിൽ നാശമാക്കുന്ന കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് SK നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഈ ഡാർക്ക് നെറ്റ് വഴി ഈ എഡിസൺ ലഹരി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ ആദ്യ ഇടപാടുകാർക്ക് വൻതോതിൽ ഡിസ്കൗണ്ട് കൊടുത്താണ് ആളുകളെ കണ്ടെത്തിയിരുന്നത് എന്നുള്ളതാണ് NCB കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ മൊത്തം നടത്തിയിരുന്നത്. മൂവാറ്റുപുഴയിലേക്ക് ഗസ്റ്റ് റോളിൽ വന്നു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു സഹായിക്ക് തൊട്ടുപുറകിലുണ്ട് NCB എന്നുള്ള മറ്റൊരു വിവരം കൂടി പങ്കുവെക്കാനുണ്ട്. ഇന്നലെ 5-ലധികം ഇയാളുടെ അടുത്ത സുഹൃത്തുക്കളെ പോലീസ് NCBയുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തിരുന്നു. അവരെയൊക്കെ അർദ്ധരാത്രിയോടുകൂടിയാണ് വിട്ടയച്ചത്. ആവശ്യമെങ്കിൽ ഇനിയും വിളിച്ചു വരുത്തും എന്ന മുന്നറിയിപ്പും ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് NCB വിശേഷിപ്പിക്കുന്നത് ഈ എഡിസനെ അപകടകാരിയായ ലഹരി കച്ചവടക്കാരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇയാൾക്കുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളും ഇയാൾ കടത്തിക്കൊണ്ടുവന്നിരുന്ന ലഹരിയുടെ അളവുമാണ് അത്തരത്തിലൊരു വിശേഷണത്തിലേക്ക് ഇയാളെ എത്തിച്ചിരിക്കുന്നത്. 10,000-ലേറെ LSD സ്റ്റാമ്പുകളാണ് ഓരോ മാസവും ഇയാൾ ഇവിടെ എത്തിച്ചിരുന്നത്. അത് 2,700 മുതൽ 3,500 രൂപ വരെയാണ് ഇയാൾ ക്രിപ്റ്റോ രൂപത്തിൽ വിൽപ്പന നടത്തിയിരുന്നത്. ഇയാളുടെ കൈവശം ഡിജിറ്റൽ രൂപത്തിലാക്കിയ 70 ലക്ഷം രൂപയുടെ ക്രിപ്റ്റോ കറൻസി ഉണ്ടായിരുന്നു എന്നുള്ളതും കണ്ടെത്തുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് SK. ഇന്നലെ ഇയാളുടെ കൈവശം നിന്ന് 35 ലക്ഷം രൂപയുടെ ലഹരി മരുന്നുകളാണ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുക്കുകയും ചെയ്തത്. ഈ വീട് പൂട്ടി ഇപ്പോൾ എല്ലാവരും മുങ്ങിയിരിക്കുന്നു. ഇയാളുടെ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെ എഡിസനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ കൂട്ടത്തോടെ മുങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയും അന്വേഷണം ഊർജിതമാണ്. എഡിസന്റെ ഈ ലഹരി ഇടപാടുകൾ മറ്റുള്ളവർക്കും കുടുംബത്തിലുള്ളവർക്കും അറിയാമായിരുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇതെന്ന് പറയുന്നുണ്ട് SK. അതിനുപരിയായിട്ട് ഈ കെറ്റാമെലോൺ എന്ന് പറയുന്ന ഇയാളുടെ ഈ ഒരു ഡാർക്ക് നെറ്റിലൂടെ ഒരു മാസം ഇയാൾ കൈകാര്യം ചെയ്തിരുന്നത് 10,000 LSD സ്റ്റാമ്പുകളുടെ വിൽപ്പന എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വരികയാണ് SK. ശ്യാമ, ഇതിനകത്തൊരു സംശയം, ഈ ഡാർക്ക് നെറ്റ് ഉപയോഗിച്ച് ഇയാൾ വിൽപ്പന നടത്തുമ്പോൾ, ഈ കസ്റ്റമേഴ്സിനെ സ്വകാര്യമായിട്ട് നിലനിർത്തുമ്പോൾ തന്നെ ഈ സാധനം ഇയാളുടെ കൈകളിൽ എത്തിയിരുന്നത് ആര് വഴിയാണ്? SK, ഇതിലെ പ്രധാനപ്പെട്ട ഒരു NCB തന്നെ ഇതിലേക്ക് എത്തിച്ചേർന്നത് കഴിഞ്ഞ മാസം, അതായത് ജൂൺ മാസം ഈ ഒരു പാഴ്സൽ കൊച്ചിയിലേക്ക് എത്തുന്നു. ആ പാഴ്സൽ ഒരു ലഹരി പാഴ്സലായിരുന്നു. ആ പാഴ്സൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഈ കെറ്റാമെലോൺ എന്ന് പറയുന്ന ഈ ശൃംഖലയെ തകർക്കാനും അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാനുമുള്ള കൃത്യമായ ഒരു കീവേഡ് NCBക്ക് കിട്ടുന്നത്. അതിനും 6 മാസം മുമ്പ് ഈ ശൃംഖലയിൽ കടന്നു കയറാനും അതിനെ നിരീക്ഷിക്കാനും NCB ആരംഭിച്ചിരുന്നു. ഈ വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് UK-യിൽ നിന്നും US-ൽ നിന്നുമൊക്കെയാണ് ഈ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്കും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും, പ്രത്യേകിച്ച് ഭോപ്പാലിലും ബാംഗ്ലൂരും കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന വിൽപ്പന എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 600-ലധികം ഡ്രഗ് ഷിപ്മെൻറ്റുകൾ ഇയാൾ നടത്തി. അതായത് ലഹരി വസ്തുക്കളുമായിട്ടുള്ള യാത്രകൾ ഇയാൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നടത്തിയിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം ഇൻ്റർനാഷണൽ കൊറിയറുകൾ വഴിയാണ് രാജ്യത്തേക്ക് ഇയാൾ എത്തിച്ചിരുന്നത്. ഇതിൻ്റെ പണമിടപാടുകളും ഓർഡറുകൾ സ്വീകരിക്കലും ഒക്കെയാണ് ഡാർക്ക് നെറ്റ് വഴി നടത്തിക്കൊണ്ടിരുന്നത് SK. ഓക്കെ, താങ്ക് യു.